ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ജനതാ കോളേജിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ സയൻസ് ഒന്നാം ഭാഗത്തിലെ രണ്ടാമത്തെ അധ്യായമായ വിനിമയങ്ങളുടെ കാലം, ഈറ ഓഫ് എക്സ്ചേഞ്ചസ്, ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്, കിഴക്കും പടിഞ്ഞാറും, ആ അധ്യായത്തിലെ നിങ്ങൾ ആ അധ്യായത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ മധ്യ കാലഘട്ടത്തിലെ യൂറോപ്പിലെ പ്രധാന നഗരങ്ങളെക്കുറിച്ച് പഠിച്ചു. കിഴക്കൻ രാജ്യങ്ങളിലെ നഗരങ്ങളെക്കുറിച്ച് പഠിച്ചു. ഈ രണ്ട് ഭൂഖണ്ഡങ്ങളും തമ്മിലുള്ള വാണിജ്യ മാർഗത്തെക്കുറിച്ച് പഠിച്ചു. സ്പൈസ് റൂട്ടിനെ കുറിച്ച് പഠിച്ചു. സിൽക്ക് റൂട്ടിനെ കുറിച്ച് പഠിച്ചു. നമുക്കിനി പഠിക്കേണ്ടത് ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ട പ്രധാനപ്പെട്ട ഒരു സംഘടനയെക്കുറിച്ചാണ്. മധ്യ കാലഘട്ടത്തിൽ മിഡീവൽ വേൾഡിൽ രൂപം കൊണ്ട ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയെ അറിയപ്പെടുന്നത് ഗിൽഡുകൾ എന്നാണ്. ഗിൽഡ്സ്. വാട്ട് യു മീൻ ബൈ ഗിൽഡ്സ്? ഗിൽഡുകൾ എന്നാൽ എന്ത്? The greatest speciality of the guilds was, or the greatest speciality of the medieval period, the greatest speciality of the medieval period was the socio-economic structure. That means medieval period socio-economic സ്ട്രക്ചറിലുണ്ടായ ഒരു പ്രധാന സവിശേഷതയാണ് ഗിൽഡ്. ദ ഗ്രേറ്റസ്റ്റ് സ്പെഷ്യാലിറ്റി ഓഫ് ദ മിഡീവൽ സോഷ്യോ ഇക്കണോമിക് സ്ട്രക്ചർ വാസ് ഗിൽഡ്. വാട്ട് യു മീൻ ബൈ ഗിൽഡ്? ദ ഗിൽഡ് മീൻസ് ഓൺലി അസോസിയേഷൻ ഓഫ് മെർച്ചൻസ് ആൻഡ് ട്രേഡേഴ്സ്. ഗിൽഡ് എന്ന വാക്കിൻ്റെ അർത്ഥം മെർച്ചൻസിൻ്റെയും ട്രേഡേഴ്സിൻ്റെയും, കച്ചവടക്കാരുടെയും വ്യാപാരികളുടെയും ഒരു അസോസിയേഷനാണ്, സംഘടനയാണ്. കച്ചവടക്കാരുടെയും വ്യാപാരികളുടെയും സംഘടനയാണ് ഗിൽഡ് എന്നറിയപ്പെടുന്നത്. ഈ ഗിൽഡ് സമ്പ്രദായം രൂപം കൊള്ളുന്നത് മധ്യ കാലഘട്ടത്തിലാണ്. ഇനി എന്താണ് ഈ ഗിൽഡിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഗിൽഡിൻ്റെ എയിം എന്താണ്? വാട്ട് ആർ ദി എയിംസ് ഓഫ് ദി ഗിൽഡ്സ്? ഈ ഗിൽഡുകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തിനു വേണ്ടിയാണ് ഈ ഗിൽഡുകൾ ഫോം ചെയ്തത്, രൂപീകരിക്കപ്പെട്ടത്? ദ എയിംസ് ഓഫ് ദ ഗിൽഡ്സ് വെയർ ടു ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് കോ ഓപ്പറേഷൻ ടു മെയിൻറ്റെയിൻ ദ മൊണോപ്പൊളി ഓഫ് ദി മാർക്കറ്റ്സ് ആൻഡ് അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി. എയിംസ് ഓഫ് ദി ഗിൽഡ്സ് നമ്മൾ പഠിക്കുന്നത് ഈ ഗിൽഡുകളുടെ ലക്ഷ്യം എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു ഈ ഗിൽഡുകൾ രൂപം കൊണ്ടത്, എന്തിനു വേണ്ടിയായിരുന്നു പറയൂ? ദ എയിംസ് ഓഫ് ദ ഗിൽഡ്സ് വെയർ ടു ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പര സഹായത്തെ പ്രോത്സാഹിപ്പിക്കുക, ആൻഡ് കോ ഓപ്പറേഷൻ ടു മെയിൻറ്റെയിൻ മൊണോപ്പൊളി ഓഫ് ദി മാർക്കറ്റ്സ് ആൻഡ് അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി. മാർക്കറ്റുകളിലെ കോ ഓപ്പറേഷൻ ടു മെയിൻറ്റെയിൻ മൊണോപ്പൊളി ഓഫ് ദി മാർക്കറ്റ്സ്, മാർക്കറ്റുകളിലെ കുത്തക സ്ഥാപിച്ചു കിട്ടുവാനും അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി, അത്തരത്തിൽ സാമ്പത്തിക ഭദ്രത നേടിയെടുക്കുവാനും വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് ഗിൽഡ്. എന്താണ് എയിംസ് പറയുക? ദ എയിംസ് ഓഫ് ദ ഗിൽഡ്സ് വെയർ ടു ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പര സഹായം ഉറപ്പുവരുത്തുക, വ്യാപാരിമാർ തമ്മിൽ, കച്ചവടക്കാർ തമ്മിലുള്ള പരസ്പര സഹായ സഹകരണം ഉറപ്പുവരുത്തുക, ആൻഡ് ടു മെയിൻറ്റെയിൻ കോ ഓപ്പറേഷൻ എമംഗ് ദ മൊണോപ്പൊളിസ്റ്റ്, ഈ കുത്തക വ്യാപാരികൾക്കിടയിൽ ഒരു സഹകരണമുണ്ടാക്കുക. എവിടെയാണ്? ഇൻ ദ മാർക്കറ്റ്സ് ആൻഡ് അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി. അപ്പോൾ നമുക്ക് മാർക്കറ്റുകളിൽ സാമ്പത്തിക ഭദ്രതയും കുത്തക മുതലാളിമാർക്കിടയിൽ ഒരു സഹകരണവും
ഈ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുതലാളിമാർ പരസ്പരം സഹകരിച്ചും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും അത്തരത്തിൽ സാമ്പത്തികമായ ഒരു ഭദ്രത രൂപീകരിച്ച് എടുക്കുവാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ട പ്രധാനപ്പെട്ട സംഘടനയാണ് ഗിൽഡ്. അപ്പോൾ എന്താണ് ഗിൽഡുകൾ പറയുക? The greatest speciality of the medieval socio-economic structure was the guilds. The greatest speciality of the medieval socio-economic structure was the formation of guilds. Guild means association of merchants and traders. What you mean by guild? Answer through association of merchants and traders. വ്യാപാരികളുടെയും കച്ചവടക്കാരുടെയും ഒരു സംഘടനയാണ് ഗിൽഡ് എന്ന് വിളിക്കുന്നത്. വാട്ട് ആർ ദ എയിംസ് ഓഫ് ദ ഗിൽഡ്സ്? ഈ ഗിൽഡുകളുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ലക്ഷ്യങ്ങൾ? ദ എയിംസ് ഓഫ് ദ ഗിൽഡ്സ് വെർ ടു ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ ടു മെയിൻറ്റെയിൻ ദ മൊണോപ്പൊളി ഓഫ് മാർക്കറ്റ്സ് ആൻഡ് അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി. മാർക്കറ്റിൽ മൊണോപ്പൊളി മെയിൻറ്റെയിൻ ചെയ്യുവാനും പിന്നെയോ മാർക്കറ്റുകളിൽ ഇക്കണോമിക് സ്റ്റെബിലിറ്റി സാമ്പത്തിക ഭദ്രത അറ്റൈൻ ചെയ്യുവാൻ നേടിയെടുക്കുവാനും വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു സംഘടനയാണ് ഗിൽഡ്. ദെൻ വാട്ട് ആർ ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗിൽഡ്സ്? ഈ ഗിൽഡുകൾക്ക് ചില ഉത്തരവാദിത്വങ്ങളും കൊടുത്തിരുന്നു. ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ് ഗിൽഡ്, ആ ഗിൽഡിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു, ഇനി ആ ഗിൽഡിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? വാട്ട് വെയർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗിൽഡ്സ് which were formed during the medieval period? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഫ്രെയിമിംഗ് ലേബർ ലാസ്. വെറുതെ ഒരു സംഘടന രൂപീകരിച്ച് നിലവിൽ വന്നതല്ല, ആ സംഘടനയ്ക്ക് ചില ഉത്തരവാദിത്വങ്ങളും നൽകിയിരുന്നു. നമുക്കറിയാം, എല്ലാ സംഘടനകളും രൂപം കൊള്ളുമ്പോൾ അതിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ചില ചുമതലകൾ ഉണ്ടാകും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട വ്യാപാരികൾക്കിടയിൽ രൂപം കൊണ്ട ഗിൽഡ് എന്ന അസോസിയേഷൻ ഓഫ് മെർച്ചൻസ് ആൻഡ് ട്രേഡേഴ്സ്, ആ വ്യാപാരികൾക്കിടയിലും കച്ചവടക്കാർക്കിടയിലും രൂപം കൊണ്ട ഈ അസോസിയേഷന് ചില റെസ്പോൺസിബിലിറ്റീസ് നൽകിയിരുന്നു. എന്തൊക്കെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ്? ഒന്ന്, ഫ്രെയിമിംഗ് ലേബർ ലാസ്, തൊഴിൽ നിയമങ്ങൾ രൂപകൽപ്പന ചെയ്യുക. ഫ്രെയിമിംഗ് ലേബർ ലാസ്, തൊഴിൽ നിയമങ്ങൾ എഴുതിയുണ്ടാക്കുക. രണ്ട്, ഡിറ്റർമിനിങ് വർക്കിംഗ് അവേഴ്സ്, ആ തൊഴിലാളികൾക്കിടയിലുള്ള വർക്കിംഗ് അവേഴ്സ്, തൊഴിൽ സമയം ഒന്ന് തീരുമാനിച്ചു കൊടുക്കുക. ഒന്ന് പറയേ, ഫ്രെയിമിംഗ് ലേബർ ലാസ്, തൊഴിൽ നിയമങ്ങൾക്ക് രൂപം നൽകുക. രണ്ട്, ഡിറ്റർമിനിങ് വർക്കിംഗ് അവേഴ്സ്, തൊഴിലാളികളുടെ ജോലി സമയം തീരുമാനിച്ചു കൊടുക്കുക. ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിലിനെ വിഭജിക്കുക. അവർ ചെയ്യുന്ന തൊഴിൽ അവരുടെ നിലവാരമനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, തൊഴിലിനെ ഡിവിഷൻ ചെയ്യുക. ഡിവിഷൻ ഓഫ് ലേബർ. ഫിക്സിംഗ് ഓഫ് പ്രൈസസ്, ഈ മാർക്കറ്റുകളിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനുമുള്ള വില നിശ്ചയിക്കുക. ഫിക്സിംഗ് ഓഫ് പ്രൈസസ്, വില നിലവാര പട്ടിക തയ്യാറാക്കുക. ദെൻ മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്, കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ, വാങ്ങുന്നതും വിൽക്കുന്നതുമായ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്. ദെൻ ഡിറ്റർമിനിങ് ദ മോഡ് ഓഫ് സെയിൽ, ഈ ഉൽപ്പന്നങ്ങൾ എത്തരത്തിൽ വിൽക്കണം എന്ന് തീരുമാനമെടുക്കുക. ഡിറ്റർമിനിങ് ദ മോഡ് മീൻസ് രീതി, മോഡ് ഓഫ് സെയിൽ, വിൽപ്പനയുടെ രീതി ഒന്ന് തീരുമാനിക്കുക. ഇത്രയും പ്രധാനപ്പെട്ട 6 ചുമതലകളാണ് ഈ ഗിൽഡ് എന്ന അസോസിയേഷന് മേൽ അവർ അടിച്ചേൽപ്പിച്ചത്. ഏതൊക്കെ പറയേ? ഒന്ന്, ഫ്രെയിമിംഗ് ലേബർ ലാസ്. രണ്ട്, ഡിറ്റർമിനിങ് വർക്കിംഗ് അവേഴ്സ്. 3, ഡിവിഷൻ ഓഫ് ലേബർ. 4, ഫിക്സിംഗ് ഓഫ് പ്രൈസസ്. 5, മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്. 6, ഡിറ്റർമിനിങ് ദ മോഡ് ഓഫ് സെയിൽ. ഒന്നുകൂടെ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഗിൽഡ്സ് വിച്ച് വെയർ ഫോംഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. എന്തൊക്കെയാണ്? ഫ്രെയിമിംഗ് ലേബർ ലാസ്, തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കുക. ഡിറ്റർമിനിങ് വർക്കിംഗ് അവേഴ്സ്, തൊഴിൽ സമയം നിശ്ചയിക്കുക.
പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിലിനെ വിഭജിച്ച് കൊടുക്കുക, തൊഴിലാളികൾക്കിടയിൽ അതിനെ വിഭജിച്ച് കൊടുക്കുക. ഫിക്സിംഗ് ഓഫ് പ്രൈസസ്, വില നിലവാര പട്ടിക തയ്യാറാക്കുക. മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തുക. ഡിറ്റർമിനിങ് ദ മോഡ് ഓഫ് സെയിൽ, വിൽപ്പന രീതി എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുക. ഇത്തരത്തിലുള്ള ചുമതലകളോടുകൂടി നിലവിൽ വന്ന സംഘടനയാണ് ഗിൽഡ്. അപ്പോൾ നോക്കണേ, മിഡീവൽ പീരീഡിലെ സോഷ്യോ ഇക്കണോമിക് രംഗത്തെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യാലിറ്റീസ് എന്താണ്? ഇറ്റ് വാസ് ദ ഫോർമേഷൻ ഓഫ് ഗിൽഡ്സ്. ഗിൽഡ് മീൻസ് അസോസിയേഷൻ ഓഫ് മെർച്ചൻസ് ആൻഡ് ട്രേഡേഴ്സ്. ഇനി ഒന്നുകൂടെ, ദർ വെയർ 2 kinds ഓഫ് ഗിൽഡ്സ്. അന്ന് നിലവിൽ വന്നത് 2 തരത്തിലുള്ള ഗിൽഡുകളാണ്. ദർ വെയർ 2 kinds ഓഫ് ഗിൽഡ്സ് വിച്ച് എമർജ്ഡ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്. ദ ഫസ്റ്റ് വൺ ഈസ് മെർച്ചൻ്റ് ഗിൽഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്രാഫ്റ്റ് ഗിൽഡ്. മെർച്ചൻ്റ് ഗിൽഡെന്നും ക്രാഫ്റ്റ് ഗിൽഡെന്നും 2 തരത്തിൽ ഗിൽഡുകൾ രൂപം കൊണ്ടു. ഇത്രയും മനസ്സിലാകുമല്ലോ. കൃത്യമായിട്ടും പുസ്തകത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം, പുസ്തകം വായിക്കണം. Merchant guilds and crafts guilds were 2 guilds formed during the medieval period. Guild means association of merchants and traders. Its aims were, the aims of the guilds were to foster mutual help and cooperation to maintain the monopoly of the markets and attainment of economic stability. മാർക്കറ്റുകളിലെ മൊണോപ്പൊളി മെയിൻറ്റെയിൻ ചെയ്യുകയും അതേപോലെ തന്നെ സാമ്പത്തിക ഭദ്രത നേടിയെടുക്കുകയും ചെയ്യുക. ഇതിലേക്ക് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് ഗിൽഡുകൾ. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് പറയൂ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗിൽഡ്സ്: ഫസ്റ്റ് വൺ ഫ്രെയിമിംഗ് ലേബർ ലാസ്, സെക്കൻഡ് വൺ ഡിറ്റർമിനിങ് വർക്കിംഗ് അവേഴ്സ്, തേർഡ് വൺ ഡിവിഷൻ ഓഫ് ലേബർ, ഫോർത്ത് വൺ ഫിക്സിംഗ് ഓഫ് പ്രൈസസ്, ദെൻ fifth one maintaining the quality of products, and the last one determining the mode of sale. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതുപോലെ ധാരാളം ട്രേഡ് റൂട്ടുകൾ, പ്രത്യേകിച്ചുള്ള 2 ട്രേഡ് നിങ്ങൾ പഠിച്ചിരിക്കും. സിൽക്ക് റൂട്ടും സ്പൈസ് റൂട്ടും. അതുവഴി കിഴക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള കച്ചവട വാണിജ്യ ബന്ധം ശക്തിപ്പെട്ടു. അത്തരത്തിൽ പുതിയ നഗരങ്ങളെല്ലാം രൂപം കൊണ്ട് നിങ്ങൾ പഠിച്ചു. ഓരോ നഗരത്തിൻ്റെയും പ്രത്യേകതയും നിങ്ങൾ പഠിച്ചു. അങ്ങനെ ആ കച്ചവട വ്യാപാര ബന്ധങ്ങൾ ശക്തി പ്രാപിച്ചപ്പോഴാണ് വ്യാപാരിമാർക്കിടയിൽ, കച്ചവടക്കാർക്കിടയിൽ പുതിയൊരു സംഘടന രൂപം കൊണ്ടത്. ആ സംഘടനയാണ് ഗിൽഡുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് വാണിജ്യ വ്യാപാര രംഗത്താണെങ്കിൽ, മധ്യകാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ രംഗത്തും റിമാർക്കബിളായ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലും കിഴക്കൻ രാജ്യങ്ങളിലും ശരിക്കും സംഭാവനകൾ നൽകുവാൻ കഴിഞ്ഞ കാലഘട്ടമായിരുന്നു മധ്യ കാലഘട്ടം. എഡ്യൂക്കേഷൻ ഇൻ മിഡീവൽ പീരീഡ്, ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് ബോത്ത് ഇൻ യൂറോപ്പ് ആൻഡ് ഇൻ ഈസ്റ്റേൺ കൺട്രീസ്. ഫസ്റ്റ് വൺ, എക്സ്പാൻഷൻ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, Greco-Roman knowledge and Islamic knowledge were the features of medieval period. നോക്കണം, ഇവിടെ എല്ലാം അടങ്ങിയിരിക്കുകയാണ്. മിഡീവൽ പീരീഡിൻ്റെ ഫീച്ചേഴ്സ്, എഡ്യൂക്കേഷൻ സെക്ടറിലെ വിദ്യാഭ്യാസ രംഗത്തെ മിഡീവൽ പീരീഡിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ, the important features of education during the medieval period. First one, expansion of basic education, അടിസ്ഥാന വിദ്യാഭ്യാസ വികസനം. മധ്യകാലഘട്ടത്തിലാണ് അടിസ്ഥാന വിദ്യാഭ്യാസ വികസനം സംഭവിക്കുന്നത്. എവിടേക്കെന്ന് ഓർമ്മയിടണം, നോട്ട് ഓൺലി ഇൻ യൂറോപ്പ് ബട്ട് ആൾസോ ഇൻ ദ മിഡിൽ ഈസ്റ്റ്. യൂറോപ്പിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലും എഡ്യൂക്കേഷൻ സെക്ടറിലെ, ഇനി മിഡിൽ ഈസ്റ്റിലും മാത്രമല്ല മറ്റ് ഈസ്റ്റേൺ ഏഷ്യൻ രാജ്യങ്ങളിലും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഈ ഒരു പുരോഗതി ഉണ്ടായി എഡ്യൂക്കേഷൻ സെക്ടറിൽ. നോക്കണേ, ഫസ്റ്റ് വൺ, അപ്പം നമുക്ക് മിഡീവൽ വേൾഡിലെ മിഡീവൽ പീരീഡിൽ ഉണ്ടായിട്ടുള്ള എഡ്യൂക്കേഷൻ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി എന്തൊക്കെയാണ് നോക്കണേ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, എക്സ്പാൻഷൻ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസ വികസനം സംഭവിച്ചു. 2, യൂണിവേഴ്സിറ്റീസ്, ദാറ്റ് മീൻസ് ദ റൈസ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. Many universities rose during the medieval period in different parts of the world.
Then Greco-Roman knowledge, it is spread during the medieval period. Greco-Roman knowledge, ഗ്രീക്ക് റോമൻ വിജ്ഞാനം ശരിക്കും സ്പ്രെഡ് ചെയ്ത് മെഡീവൽ പീരീഡിലാണ്. ഇസ്ലാമിക് നോളജ്, ഇസ്ലാം മതത്തെക്കുറിച്ചും മത അധിഷ്ഠിതമായ വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനമായ കോൺട്രിബ്യൂഷൻസ് നൽകുവാൻ അവർക്ക് സാധിച്ചിരുന്നു. These are the main features of the medieval period. ഒന്നുകൂടെ, expansion of basic education, universities, that means the growth of universities, the growth of Greco-Roman knowledge, the growth of Islamic knowledge were the main features of the medieval period, the important features of the medieval period. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ many schools were started during the medieval period for the promotion of primary education. പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുവാൻ മെഡീവൽ പീരീഡിൽ എല്ലാ രാജ്യങ്ങളിലും ധാരാളം സ്കൂളുകൾ ആരംഭിച്ചു എന്നതും ഒരു പ്രത്യേകതയാണ്. ആ കാലഘട്ടത്തിൽ നോക്കണേ, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുവാൻ ധാരാളം പ്രൈമറി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കുകയുണ്ടായി. ഓർക്കുമല്ലോ, ഒന്നുകൂടെ, എഡ്യൂക്കേഷൻ ഇൻ മെഡീവൽ പീരീഡ്, മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രീതി എങ്ങനെയായിരുന്നു പറയുക? Expansion of basic education, universities, Greco-Roman knowledge and Islamic knowledge were the features of medieval period. That means that during the medieval period, this education, basic education expand ചെയ്തു, യൂണിവേഴ്സിറ്റീസ് ആവിർഭവിച്ചു, ഗ്രീക്കോ-റോമൻ നോളജും ഇസ്ലാമിക് നോളജും പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അല്ലേ? ഇതിനെയൊക്കെ ആ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ എടുത്തു പറയത്തക്ക സവിശേഷതകളായി കാണുന്നു. ഇനി അതേപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റീസോ ഗ്രീക്കോ-റോമൻ നോളജോ അതിനുപരി പ്രൈമറി എഡ്യൂക്കേഷന് അവർ ഇമ്പോർട്ടൻസ് നൽകി. ഫോർ എക്സാമ്പിൾ, മെനി സ്കൂൾസ് വെയർ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദ മെഡീവൽ പീരീഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. ദെൻ മേജർ സബ്ജക്ട്സ് ഓഫ് ദ മെഡീവൽ പീരീഡ്, ആ മധ്യകാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, മേജർ സബ്ജക്ട്സ് ഓഫ് ദി മെഡീവൽ പീരീഡ് ഏതൊക്കെയെന്നറിയാമോ? ഗ്രാമർ, ലാറ്റിൻ ലാംഗ്വേജ്, ആസ്ട്രോണമി, ലിറ്ററേച്ചർ, ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് ലാസ് ഓഫ് നേച്ചർ. നോക്കണേ, ഗ്രാമർ വ്യാകരണം, ലാറ്റിൻ ഭാഷ, ആസ്ട്രോണമി വാനശാസ്ത്രം, ലിറ്ററേച്ചർ സാഹിത്യം, ഫിലോസഫി തത്വശാസ്ത്രം, ദെൻ മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രം, ലാസ് ഓഫ് നേച്ചർ പ്രകൃതി നിയമങ്ങൾ. ഇവയെക്കുറിച്ചായിരുന്നു അന്ന് പ്രധാനമായിട്ടും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത്. ഏതൊക്കെയാണ് മെയിൻ സബ്ജക്ട്സ് പറയേ? മേജർ സബ്ജക്ട്സ് ഓഫ് ദ മെഡീവൽ പീരീഡ്, മേജർ സബ്ജക്ട്സ് ഓഫ് ദി മെഡീവൽ പീരീഡ്. ദാറ്റ് മീൻസ് മെഡീവൽ പീരീഡ് പ്രൊമോട്ട് ചെയ്ത മേജർ സബ്ജക്ട്സ് ഏതൊക്കെ പറയൂ? ഗ്രാമർ, ലാറ്റിൻ ലാംഗ്വേജ്, ദെൻ ആസ്ട്രോണമി, ലിറ്ററേച്ചർ, ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് ലാസ് ഓഫ് നേച്ചർ. നോക്കണേ, വ്യാകരണം, ലാറ്റിൻ ഭാഷ, പിന്നെയോ വാനശാസ്ത്രം, സാഹിത്യം, തത്വശാസ്ത്രം, ഗണിതശാസ്ത്രം, പിന്നെയോ പ്രകൃതി നിയമങ്ങൾ. ഇവയെക്കുറിച്ചൊക്കെ അന്ന് കുട്ടികൾക്ക് നല്ല വിവരണങ്ങൾ നൽകുന്ന സർവകലാശാലകളും സ്കൂളുകളും ഉണ്ടായിരുന്നു. ദെൻ education of women was restricted during the medieval period. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിയന്ത്രണ വിധേയമായിരുന്നു. പക്ഷേ ബട്ട് നൺസ് ആൻഡ് ചിൽഡ്രൻ ഓഫ് റൂളേഴ്സ് ആൻഡ് നോബിൾസ് ഗോട്ട് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ. അന്ന് സാധാരണക്കാരായ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ, അവർക്ക് അത് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ, അവർക്ക് നൽകിയിരുന്നില്ല എങ്കിൽ കന്യാസ്ത്രീകൾക്കും പിന്നെയോ ഭരണാധികാരികളുടെയും പ്രഭുക്കന്മാരുടെയും മക്കൾക്ക്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു. നോക്കണേ, എഡ്യൂക്കേഷൻ ഓഫ് വിമൻ വാസ് റെസ്ട്രിക്റ്റഡ് ഡ്യൂറിങ് ദ മെഡീവൽ പീരീഡ്, ബട്ട് നൺസ് ആൻഡ് ചിൽഡ്രൻ ഓഫ് റൂളേഴ്സ് ആൻഡ് നോബിൾസ് ഗോട്ട് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ. നോക്കൂ, അവിടെയും പണ്ട് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് പോലെ, നമ്മുടെ രാജ്യത്തും നിലനിന്നിരുന്നത് പോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു. എന്നാൽ കന്യാസ്ത്രീ മഠങ്ങളിൽ താമസിച്ചിരുന്ന കന്യാസ്ത്രീകൾക്കും പിന്നെയോ ഭരണാധികാരികളുടെയും പ്രഭുക്കന്മാരുടെയും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകിയിരുന്നു.
ഇതാണ് എഡ്യൂക്കേഷൻ സെക്ടറിലെ ആ കാലഘട്ടത്തിൻ്റെ മറ്റൊരു സവിശേഷത. മറ്റൊന്ന്, ഇൻ ദ മിഡീവൽ പീരീഡ് എഡ്യൂക്കേഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ദ പ്രൈമറി ലെവൽ. മിഡീവൽ വേൾഡിൽ, മിഡീവൽ പീരീഡിൽ എഡ്യൂക്കേഷൻ ഇറ്റ് വാസ് നോട്ട് കൺഫൈൻഡ് ടു ദ പ്രൈമറി ലെവൽ. പ്രാഥമിക തലത്തിൽ ഒതുങ്ങിയ ഒന്നായിരുന്നില്ല വിദ്യാഭ്യാസം. മധ്യകാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ ഒതുങ്ങിയ ഒന്നായിരുന്നില്ല. ഇവിടെയാണ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് ദി വെസ്റ്റ്. നോക്കണേ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആൾസോ ബിഗാൻ ടു ഫ്ലറിഷ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആൾസോ ബിഗാൻ ടു ഫ്ലറിഷ്. സർവകലാശാല വിദ്യാഭ്യാസവും ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി, അങ്ങ് പുരോഗമിക്കുവാൻ തുടങ്ങി. The main subjects taught in the universities were philosophy, medicine, literature, languages, then geometry and law. അന്നത്തെ സർവകലാശാലകൾ ശരിക്കും പ്രൊമോട്ട് ചെയ്ത വിഷയങ്ങൾ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആ കാലഘട്ടത്തിൽ ഫ്ലറിഷ് ചെയ്തു. ആ യൂണിവേഴ്സിറ്റീസ് പ്രൊമോട്ട് ചെയ്ത സബ്ജക്റ്റുകളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഏതൊക്കെയാണ്? ദ മെയിൻ സബ്ജക്ട്സ് വിച്ച് വെയർ പ്രൊമോട്ടഡ് ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് ദാറ്റ് പീരീഡ്. ഏതൊക്കെയാണ്? വൺ, ഫിലോസഫി തത്വശാസ്ത്രം, മെഡിസിൻ വൈദ്യശാസ്ത്രം, ലിറ്ററേച്ചർ സാഹിത്യം, ലാംഗ്വേജസ് വിവിധങ്ങളായ ഭാഷകൾ, ദെൻ ജിയോമെട്രി ആൻഡ് ല ജിയോമെട്രിയും നിയമവും ഒക്കെ അന്ന് പ്രോത്സാഹിപ്പിച്ചു, പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ എഡ്യൂക്കേഷൻ ആൾസോ ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. ഇറ്റ് വാസ് നോട്ട് കൺഫൈൻഡ് ടു ദ പ്രൈമറി ലെവൽ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ബിഗാൻ ടു ഫ്ലറിഷ്. The main subjects taught in universities were philosophy, medicine, literature, languages, geometry and law. Then many universities were established during the 11th and 12th century in the medieval period. I mean, in the medieval world, in the east and the west, many universities were flourished. Here, the western universities, the most important among them were then Bologna in Italy. ഇറ്റലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ യൂണിവേഴ്സിറ്റി ആയിരുന്നു ബൊളോണ യൂണിവേഴ്സിറ്റി. ബൊളോണ യൂണിവേഴ്സിറ്റി ഇൻ ഇറ്റലി, കോൺസ്റ്റാന്റിനോപ്പിൾ യൂണിവേഴ്സിറ്റി ഇൻ ടർക്കി, ദെൻ പാരീസ് യൂണിവേഴ്സിറ്റി ഇൻ ഫ്രാൻസ്, ദെൻ ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇംഗ്ലണ്ട്. ദീസ് ആർ ദ മേജർ universities that flourished during the medieval period. നോക്കണേ, many universities were established during the 11th and 12th century. 11ഉം 12ഉം നൂറ്റാണ്ടുകളിൽ ധാരാളം യൂണിവേഴ്സിറ്റീസ് സ്ഥാപിക്കപ്പെട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ടവ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം, ആ സർവകലാശാലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ബൊളോണ യൂണിവേഴ്സിറ്റി ഇൻ ഇറ്റലി, കോൺസ്റ്റാന്റിനോപ്പിൾ യൂണിവേഴ്സിറ്റി ഇൻ ടർക്കി, ദെൻ ഫ്രാൻസിലെ പാരീസ് യൂണിവേഴ്സിറ്റി, പിന്നെയോ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. നോക്കുക ഒന്നുകൂടെ, ഇറ്റലിയിലെ ബൊളോണ സർവകലാശാല, തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ സർവകലാശാല, ഫ്രാൻസിലെ പാരീസ് സർവകലാശാല, പിന്നെയോ ഇംഗ്ലണ്ടിലെ രണ്ട് ഫേമസായ ഇന്നും അറിയപ്പെടുന്ന ലോകോത്തര നിലവാരമുള്ള സർവകലാശാലകളിൽ രണ്ടെണ്ണം. ഏതൊക്കെയാണ്? ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. ഇതൊക്കെ നിലവിൽ വന്ന് മെഡീവൽ പീരീഡിലാണ്. അതേപോലെ തന്നെ അനദർ ഇമ്പോർട്ടൻ്റ് യൂണിവേഴ്സിറ്റി വാസ് കൊർദോവ യൂണിവേഴ്സിറ്റി. കൊർദോവ യൂണിവേഴ്സിറ്റി ഇൻ സ്പെയിൻ. കൊർദോവ യൂണിവേഴ്സിറ്റി സ്പെയിനിൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ആരബ്സ്, അറബികൾ സ്ഥാപിച്ച കൊർഡോണ യൂണിവേഴ്സിറ്റി ഓഫ് ആരബ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സ്പെയിൻ. സ്പെയിനിൽ അറബികൾ സ്ഥാപിച്ച കൊർഡോവ യൂണിവേഴ്സിറ്റിയാണ് ആ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സർവകലാശാല. അതിൻ്റെ പ്രത്യേകത, വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി വാസ് ദ ലൈബ്രറി വിച്ച് ഹാൾഡ് തൗസൻഡ്സ് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ്. നോക്കണേ, ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് കൈയെഴുത്ത് പ്രതികളോട് കൂടിയ ഒരു വലിയ ലൈബ്രറിയാണ് ആ സർവകലാശാലയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് കാണാൻ കഴിയുന്നത്. നോക്കണേ, സ്പെയിനിൽ അറബികൾ സ്ഥാപിച്ച
കൊർദോവ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രേറ്റ് ലൈബ്രറിയാണ്. ആ ലൈബ്രറിയുടെ പ്രത്യേകത എന്താണ്? വിച്ച് ഹാഡ് തൗസൻഡ്സ് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ്, ആയിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതികൾ. അന്ന് അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ രീതി എന്ന് പറയുന്നത് കയ്യെഴുത്ത് പ്രതികൾ തന്നെയാണ്. അച്ചടി യന്ത്രത്തിൻ്റെയൊക്കെ ആവിർഭാവത്തിന് മുമ്പ് കയ്യെഴുത്ത് പ്രതികൾ, അതിലൂടെയായിരുന്നു ആശയങ്ങൾ വിനിമയം ചെയ്തത്. അത് ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നോക്കണേ, സ്പെയിനിൽ അറബികൾ സ്ഥാപിച്ച കൊർദോവ യൂണിവേഴ്സിറ്റി മെഡീവൽ വേൾഡിലെ മറ്റൊരു സവിശേഷതയാണ്. സ്പെയിനിലാണ്, മനസ്സിലാക്കണം. യൂറോപ്പിലെ സ്പെയിനിൽ കിഴക്കൻ രാജ്യമായ കിഴക്കൻ പ്രദേശത്തിലെ അറബി സാമ്രാജ്യം സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ പ്രത്യേകത അവരുടെ പ്രത്യേകത ലൈബ്രറിയാണ്. ആ ലൈബ്രറിയുടെ പ്രത്യേകത എന്താണ്? മാനുസ്ക്രിപ്റ്റ്സ്, they are keeping thousands of manuscripts in that library. ഇനി നമുക്ക് മധ്യകാലഘട്ടത്തിൽ ചൈനയിലും ഇന്ത്യയിലും നിലവിലിരുന്ന വിദ്യാഭ്യാസ രീതിയും ഇന്ത്യയും ചൈനയും പ്രൊമോട്ട് ചെയ്ത വിദ്യാഭ്യാസ രീതിയെയും കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പുസ്തകം വായിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സൂം മീറ്റിങ്ങിൽ വരിക. ദയവായി എല്ലാവരും സൂം മീറ്റിങ്ങിൽ വരണം. എല്ലാവർക്കും നമസ്കാരം.